പേരിനൊപ്പം തമ്പാനൂർ ആ സ്ഥാനാർത്ഥിയാണ് ഇന്ന് തമ്പാനൂരിലെ സ്ഥാനാർത്ഥിയായി BJP സംസ്ഥാന അധ്യക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആരാണ് എന്ന് ചോദിച്ചാൽ തമ്പാനൂർ സതീഷ്. ഒരുപക്ഷെ കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് എത്തി വലിയ രീതിയിലുള്ള പ്രാധാന്യം നൽകി അദ്ദേഹത്തിന് ഇനി മത്സര രംഗത്തേക്ക് കൂടി എത്തിക്കുകയാണ്. എങ്ങനെ കാണുന്ന ഈ സ്ഥാനാർത്ഥി? തീർച്ചയായും തമ്പാനൂരിൻ്റെ ആഗ്രഹമനുസരിച്ച് പ്രവർത്തിക്കാൻ പരമാവധി ശ്രമിക്കും. വളരെ വിജയപ്രതീക്ഷയാണുള്ളത്. തമ്പാനൂരിലെ നിവാസികൾ എപ്പോഴും കൂടെ നിന്നിട്ടുണ്ട്. ഇത്തവണ എൻ്റെ കൂടെ ഉണ്ടാവും. പാർട്ടി മാറിയതൊരു പ്രശ്നമല്ല. എന്നെ രണ്ട് കൈകൊട്ടി സ്വീകരിച്ച ഒരു ജനതയാണ് തമ്പാനൂരുള്ളത്. അതുപോലെ തന്നെ പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടി അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് നമ്മളെ ബഹുമാന്യനായ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം രണ്ട് കൈകൊണ്ടാണ് എന്നെ സ്വീകരിച്ചത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റ് കരമന ജെയിൻ രണ്ട് കൈകൊണ്ടാണ് എന്നെ സ്വീകരിച്ചത്. ഇവിടെയുള്ള മുഴുവൻ പ്രബുദ്ധരായിട്ടുള്ള BJP പ്രവർത്തകർ നെഞ്ചോടാണ് എന്നെ ചേർത്തത്. അതുപോലെ തന്നെ തമ്പാനൂരിലെ ജനങ്ങൾ പൂർണ്ണമായും ഒറ്റക്കെട്ടായി എല്ലാ ജനതയും എല്ലാ മതവിഭാഗങ്ങളും എല്ലാ ജാതി സംഘടനകളും ഒറ്റക്കെട്ടായി എൻ്റെ കൂടെയുണ്ട്. തീർച്ചയായും അതുകൊണ്ട് തന്നെ എനിക്ക് വൻ വിജയപ്രതീക്ഷയാണുള്ളത്. അഭിമാനപൂർവ്വം പ്രവർത്തിക്കാൻ ഇറങ്ങുന്നുണ്ട്. എല്ലാവരുടെയും സഹായവും പിന്തുണയും ഉണ്ട്. തീർച്ചയായിട്ടും ഈ സ്റ്റേറ്റ് ഓഫീസിൻ്റെ കൂടെയായിട്ടുള്ള സെക്രട്ടേറിയറ്റ് അടങ്ങിയിട്ടുള്ള അക്കൗണ്ട് ഓഫീസ് ഉൾപ്പെടെ അടങ്ങിയിട്ടുള്ള ഒരു വലിയ വാർഡാണ് തമ്പാനൂർ വാർഡ്. ആ ബസ് സ്റ്റാൻഡുണ്ട്, റെയിൽവേ സ്റ്റേഷനുള്ള ഉൾപ്പെടെയുള്ളൊരു വാർഡാണ്. തീർച്ചയായും അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ചെറിയ മഴ വന്നാൽ വെള്ളപ്പൊക്കം ഉണ്ടാവുന്ന മേഖല. അപ്പോൾ വലിയ ഉത്തരവാദിത്തമാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. സമഗ്ര മാറ്റമായിരിക്കും ഈ തമ്പാനൂർ ഉണ്ടാകാൻ പോകുന്നത്. തീർച്ചയായിട്ടും. കാരണം തമ്പാനൂരിൻ്റെ വികസനം കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടുകൾ വെള്ളപ്പൊക്കം ഉൾപ്പെടെയുള്ള റോഡ് വികസനം ഉൾപ്പെടെയുള്ള അതുപോലെ ദുർബല വിഭാഗങ്ങളെ പുനർനിർമ്മാണം നടത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഫണ്ടുകൾ കൊടുത്തത് പല ഫണ്ടുകളും ദുർവിനിയോഗം ചെയ്തിട്ടുണ്ട്, വകമാറ്റി ചെലവഴിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ലാപ്സായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ശ്രദ്ധാപൂർവം പരിശോധിച്ച് തമ്പാനൂർ വാർഡ് വെള്ളപ്പൊക്കം ഇല്ലാത്തൊരു വാർഡായി മാറ്റാനുള്ള കേന്ദ്ര ഫണ്ടുകൾ പരമാവധി ഉപയോഗിക്കും. അതുപോലെ തന്നെ ഏറ്റവും പ്രയാസമുള്ളൊരു സ്ഥലമാണ് രാജാജി നഗർ. അവിടുത്തെ ജനങ്ങൾ ഏത് നിമിഷം വീടുകൾ ഇടിഞ്ഞു വിടുന്ന അവസ്ഥയിലാണ്. ആ വീടുകൾ ജയിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തിനകത്ത് കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് സംസ്ഥാന പ്രസിഡന്റ് ആ കാര്യത്തിൽ വളരെ ഇടപെടൽ നടത്തിയിട്ടുണ്ട്, രാജീവ് ചന്ദ്ര സാറ്. അതുകൊണ്ട് തന്നെ രാജാജി നഗറിൽ 100 കോടി രൂപ ചെലവാക്കി അവിടെ ഭവന നിർമ്മാണം പുതിയതായി നിർമ്മിക്കാനുള്ള നിർദ്ദേശവും നമ്മുടെ കേന്ദ്ര സർക്കാരിന് നൽകാൻ സംസ്ഥാന പ്രസിഡന്റ് തയ്യാറായിട്ടുണ്ട്. നമ്മളുമായി വളരെയധികം ആത്മബന്ധം പുലർത്തി ആ ജനങ്ങളെ സഹായിക്കാൻ നമ്മളെ ഉത്തരവാദിത്തമാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പേ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു. അപ്പോൾ ഇന്നു മുതൽ ഇറങ്ങുകയാണല്ലോ ജനങ്ങൾക്ക്. തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ മാത്രമല്ല, ജനങ്ങളാണ് എൻ്റെ സോഷ്യൽ മീഡിയ. അവരാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ തമ്പാനൂർ വാർഡിലെ കുടിവെള്ളം, പല സ്ഥലത്തും കുടിവെള്ളമില്ല. അതുപോലെ തന്നെ ഡ്രെയിനേജ്, കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഡ്രെയിനേജ് പ്രവർത്തനങ്ങൾ നിശ്ചലമായി വീടുകളിൽ തമ്പാനൂരിലുള്ള എല്ലാ പ്രദേശങ്ങളിലും ഡ്രെയിനേജിന് പ്രോബ്ലമുണ്ട്. അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കണം. അടിസ്ഥാനപരമായിട്ടുള്ള വികസനങ്ങൾ ചെയ്യണം, റോഡുകൾ നിർമ്മിക്കണം, വിഭാഗത്തിലുള്ള ജനങ്ങൾക്കും വീടുകൾ നിർമ്മിച്ചു കൊടുക്കണം. എല്ലാ വിഭാഗങ്ങളെയും, അതായത് പാവപ്പെട്ട എല്ലാ വിഭാഗങ്ങളെയും ജാതിമത വ്യത്യാസമില്ലാതെ രാഷ്ട്രീയം നോക്കാതെ ഞാൻ അവരെയൊക്കെ എൻ്റെ സഹോദരങ്ങളെപ്പോലെ ചേർത്ത് നിർത്തും.